ഇതുവരെ വിവിധ വേദികളിലായി നടന്ന പ്രകടനങ്ങളിൽ കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുകയാണ്. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഉച്ചവരെയുള്ളത് 1 പോയിന്റിന്റെ വ്യത്യാസമാണെങ്കിൽ ഇപ്പോഴത് 3 പോയിന്റായി മാറിയിട്ടുണ്ട്. കണ്ണൂരിന് 273 പോയിന്റും കോഴിക്കോടിന് 270 പോയിന്റുമാണ്. രണ്ടാം സ്ഥാനത്ത് അതേസമയം കോഴിക്കോടിനൊപ്പം തൃശ്ശൂരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ പോയിന്റ് നിലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 273 എടുത്ത് കണ്ണൂർ, കോഴിക്കോടും തൃശ്ശൂരും 270 എടുത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അതാണ് നിലവിലെ സാഹചര്യം. ഇവിടെ നമ്മുടെ SPC കേഡറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോകാം. പണിയ നൃത്തം ആദ്യമായിട്ടാണോ കാണുന്നത്? നേരത്തെ ടിവിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ ഈ സുരക്ഷ ഒരുക്കുന്നതിന് കൂടെ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാ ചാർജ് തന്നേക്കുന്നത്? ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ പറയും. ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ചാർജ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് ആണ്. എത്ര പേരുണ്ട് ടീമില്? 10 പേരുണ്ട്. 10 പേര്. 10 അംഗ ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. അതാ ഇവിടെ ഈ നൃത്തം കഴിഞ്ഞിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല, ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞവരല്ല കേട്ടോ, ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് സ്കൂളാ? കാസർഗോഡ് കാറടുക്ക സ്കൂൾ. വേദി 15 ആണ്. കബനി നദി വേദിയിൽ പണിയ നൃത്തം ആരംഭിക്കാൻ പോവുകയാണ്. 624ാമത്തെ ചെസ് നമ്പറാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ 624ാമത്തെ ചെസ് നമ്പറായിട്ട് അവർ വരുന്നു. അടുത്ത ഒരു ടീമാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. കാറടുക്ക സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് സ്റ്റേജിൽ ഇപ്പോൾ കർട്ടൻ ഉയരുന്നത് മുതൽ എങ്ങനെയാണ് അവരുടെ ഒരു സജ്ജീകരണം എന്ന് നോക്കാം. അടുത്ത ടീം അവിടെ തയ്യാറായി, ഗ്രീൻ റൂമിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കലോത്സവത്തിൽ അധികം സമയം വൈകിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ പല പരാതികളും കേൾക്കുമായിരുന്നു, അപ്പീലിലൂടെയൊക്കെ കുറേ കുട്ടികൾ വരുമ്പോൾ വൈകുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായി സമയക്രമം പാലിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല ക്രൗഡ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് പണിയ നൃത്തം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല മ്യൂസിക് അല്ലേ? അപ്പോൾ നമ്മൾ ഈ തവണ തൊട്ടാണ് ഈ കലോത്സവത്തിൽ ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ വരുന്നത്. അപ്പോൾ ഈ മത്സരം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുടരട്ടെ. നമുക്ക് ഇനിയിപ്പോൾ പോകേണ്ടത് നമ്മുടെ സ്റ്റേജിലേക്കാണ്.